അഡ്വക്കേറ്റ് സി പി ഉദയഭാനു, കേരളം വളരെ വികാരപരമായി കണ്ട ഒരു വിഷയത്തിൽ പൊതുസമൂഹം ഏതാണ്ട് ഒറ്റക്കെട്ടായി കൃത്യമായി ഒരു നിലപാട് സ്വീകരിച്ച ഒരു വിഷയത്തിൽ ആണ് കഡ്ജു അഭിപ്രായം പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസ്വാഭാവികമായാണ് അതെങ്ങനെയാണ് ആ നടപടി സ്വീകരിച്ചത് എന്ന് വിശദീകരിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതിയും കടക്കുന്നത്. ആ ഘട്ടത്തിലൊക്കെ സാധാരണക്കാരൻ വിലയിരുത്തിയത് ഇത് വളരെ കൃത്യമായ മറ്റൊരു പാതയിലേക്ക് പോകുന്നു, ഇതിന്മേൽ കൂടുതൽ കൃത്യമായ വാദങ്ങൾ കേൾക്കാനിരിക്കുന്നു, ഒരുപക്ഷെ കോടതി വിധി തിരുത്തലുണ്ടായേക്കാം എന്നൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ നൽകിയത് യഥാർത്ഥത്തിൽ ആരാണ്? അങ്ങനെ ഒരു പ്രതീക്ഷ നൽകാനായിട്ട് ഇടയായത് ശ്രീ കാഡ്ജുവിൻ്റെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നാം വൈകാരിക തലത്തിൽ ശ്രീ കാഡ്ജു ഈ കാര്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല തരത്തിലുള്ള തിയറികളും സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുകയുണ്ടായത്. ശ്രീ ഹർഷൻ, നാം മനസ്സിലാക്കേണ്ടത് ക്രിമിനൽ നടപടിക്രമത്തിലെ 357 വകുപ്പ് പ്രകാരം ഇരയ്ക്ക് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രതിയെ ശിക്ഷിക്കൽ മാത്രമല്ല, ഇരയുടെ നീതി ഉറപ്പാക്കുന്നത് നഷ്ടപരിഹാരത്തിലൂടെയാണ്. അത് ഒരു പുതിയ തിയറി എന്ന നിലയിൽ നമ്മുടെ നടപടിക്രമങ്ങളിൽ ഡെവലപ്പ് ചെയ്ത് വന്നത്, വികസിച്ച് വന്നത് സമീപകാലത്താണ്. ആ സമീപകാലത്ത് വികസിച്ച് വന്നിട്ടുള്ള അതിൻ്റെ ആനുകൂല്യം ഈ സൗമ്യയുടെ വീട്ടുകാർക്ക് കിട്ടണമെന്നുള്ള ചുരുങ്ങിയമായിട്ടുള്ള ഒരു ആവശ്യമെങ്കിലും പ്രേരിപ്പിക്കാനായിട്ട് ശ്രീ കാഡ്ജുവിൻ്റെ നടപടിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് ഒരു വിവേകപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റമാണെന്ന് പറയാമായിരുന്നു. ബാക്കിയെല്ലാം വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് ഇപ്രകാരം പ്രതീക്ഷ കൊടുക്കുകയും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചെയ്യുന്ന ഒരു നടപടി അത് തികച്ചും തെറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, റിട്ടയർ ചെയ്തിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർമാർ അഭിപ്രായം പറയുമ്പോൾ കുറേ കൂടി പക്വതയും പാകതയും പാലിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഇന്ന് ഈ അഭിപ്രായ പ്രകടനം നടത്തുമ്പോഴേക്കും ശ്രീ ജയശങ്കറിനും എനിക്കൊക്കെ ആശ്വസിക്കാവുന്നത് ശ്രീ രഞ്ജൻ ഗൊഗോയ്ക്കും കൂടെ ഉണ്ടായിരുന്ന 2 ജഡ്ജിമാർക്കും മലയാളം അറിയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നടപടി ഉണ്ടാകില്ല എന്നുള്ള, തുറന്ന ദിവസങ്ങളിൽ ഉണ്ടാകില്ലെന്നത് കണ്ടറിയണം. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ജഡ്ജിമാരുടെ കാര്യത്തിൽ റിട്ടയർ ജഡ്ജിമാരാണ് എങ്കിൽ തികച്ചും നിരുത്തരവാദപരമായ സമീപനം എടുക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അവർ അത്തരം കാര്യങ്ങളിൽ പിന്മാറുകയാണ് വേണ്ടത്. അവർ പറയുന്നത് കേട്ട് പൂർണ്ണമായിട്ടും ശരിവെച്ചുകൊണ്ട് തന്നെ, ഇത് സാധാരണക്കാർ മാത്രമല്ല തെറ്റിദ്ധരിച്ചത്, കേരളത്തിലെ DGP ചെന്ന് നേരിട്ട് കാണുന്നു, അന്ന് വിധിന്യായം നടത്തിയ വിചാരണ ജഡ്ജി, അതൊക്കെ എന്തെല്ലാം തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള സന്ദേശമാണ് താഴേക്ക് കൊടുത്തിട്ടുള്ളത്. നാം പലപ്പോഴും ചർച്ച ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമാണത്. അതിനെ സൂക്ഷ്മതലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ആ ജഡ്ജിക്ക് എന്താ ഇത്ര താല്പര്യം ഉണ്ടാവേണ്ടത്? വിചാരണ ജഡ്ജിക്ക് അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈകാരിക തലങ്ങളെ തലോടിക്കൊണ്ട് അതിൻ്റെ ഊഷ്മളതയെല്ലാം തട്ടി ഉണർത്തിക്കൊണ്ടായിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ സൃഷ്ടിച്ചത്. അതിൻ്റെ പ്രതിഫലനങ്ങൾ കേരളീയ പൊതുസമൂഹത്തിലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ശിക്ഷിക്കപ്പെടും, ഈ ശിക്ഷ പുനഃസ്ഥാപിക്കും, വൈകാരികമായിട്ട് തന്നെ തൂക്കിക്കൊല നടക്കും എന്നെല്ലാം പ്രതീക്ഷിച്ചു. അവിടെയാണ് കേരളത്തിൻ്റെ കയ്യടി വാങ്ങാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത്. അതിൻ്റെ ഒരു നിരാശ കൊണ്ട് ഒരു പക്ഷേ ശ്രീ കാഡ്ജുവിന് ഈ കണ്ടംപ്റ്റ് കേസിൽ വലിയ പിന്തുണ കേരളീയ പൊതുസമൂഹം ഒരുപക്ഷെ കൊടുത്തേക്കാനും ഇടയുണ്ടാവും. അഡ്വക്കേറ്റ് MC ആഷി, നമ്മൾ ഉദാഹരണം എടുത്ത് പരിശോധിച്ചാൽ ഈ ജസ്റ്റിസ് മാർക്കണ്ഡേയ കാഡ്ജുവിൻ്റെ പ്രതികരണങ്ങൾ എത്രത്തോളം കടന്നതാണ് എന്നും അത് നിയമത്തിൻ്റെ നടത്തിപ്പിനെ തന്നെ, നിയമവ്യവസ്ഥയുടെ നടത്തിപ്പിനെ തന്നെ ഏതെല്ലാം തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നും കൂടി തീർച്ചയായും പരിശോധിച്ചു പോകണം. ഇപ്പോൾ BCCI ലോധ കമ്മിറ്റിയും നിയോഗിച്ചുകൊണ്ട് ആ നിലയ്ക്ക് BCCIക്കെതിരെ സുപ്രീം കോടതി നടപടികൾ സ്വീകരിച്ച ഘട്ടത്തിലാണ് BCCI അദ്ദേഹത്തെ നിയമോപദേശകനാക്കിയത്. അദ്ദേഹം നിയമോപദേശം നൽകുകയല്ല, പകരം ചീഫ് ജസ്റ്റിസ് ഈ സ്വാധീനത്തിന് വഴങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് ആ ബെഞ്ചിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവും ഉന്നയിക്കുകയാണ് ചെയ്തത്. ആ നിലയ്ക്കുള്ള ഇടപെടൽ അദ്ദേഹം വ്യക്തിപരമായി തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ 1-2 ജസ്റ്റിസുമാർക്കൊഴികെ ബാക്കി ആർക്കും കോമൺ സെൻസ് പ്രയോഗിച്ച ഒരു കേസിനെ വിലയിരുത്താൻ കഴിയുന്നവരല്ല സുപ്രീം കോടതിയിൽ ഇരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പരാമർശം നടത്തുകയുണ്ടായി. ഇതിനൊക്കെ ഏതെങ്കിലും ഒരു തരത്തിൽ നടപടി വേണം എന്ന് സുപ്രീം കോടതി ചിന്തിച്ചതായിരിക്കുമോ? അല്ല, അത് പൊതുവെ അത്തരത്തിലാവാനാണ് അതിൻ്റെ വഴി. ഞാൻ പറഞ്ഞല്ലോ, ഒരു സുപ്രീം കോടതി ജഡ്ജി തന്നെ സുപ്രീം കോടതിയെ വിമർശിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. പക്ഷേ അതിന് ഈ നടപടിക്രമങ്ങൾ ഭാഗമായില്ല എന്ന് മാത്രം.
സുപ്രീം കോടതിയുടെ അവകാശത്തെക്കുറിച്ച് പറയുന്നു, കോടതിയലക്ഷ്യ നടപടികൾ എടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഒക്കെ പോസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായത്. ഫേസ്ബുക്ക് പോലെയുള്ള വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ അസംബന്ധ പ്രചരണങ്ങൾ നടത്തുമ്പോൾ അതിനെതിരെ കേസെടുക്കുന്നതിനുള്ള വകുപ്പ് പോലീസ് ആക്ടിലെയും ഇന്ത്യൻ പീനൽ കോഡിലേക്ക് വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഈ സുപ്രീം കോടതിയല്ലേ പറഞ്ഞത്. അപ്പോൾ ഇവിടെ സാധാരണക്കാരന് അവകാശം കിട്ടുന്നില്ല. ആ അവകാശം സാധാരണക്കാരനെ നിഷേധിക്കുകയും കോടതിയെ വിമർശിക്കുമ്പോൾ കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നടപടികൾ തുടരുകയും ചെയ്യുക എന്ന് പറയുന്നതിൽ ചില അസ്വാഭാവികതകളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത്, എൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്, സുപ്രീം കോടതി എന്ന് പറയുന്ന രാജ്യത്തെ പരമോന്നത നീതിപീഠമാണ്. അതിൻ്റെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അവിടെ ചിലപ്പോൾ തെറ്റുകളും കുറ്റങ്ങളും പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. പക്ഷേ ആ വിധികൾ അംഗീകരിക്കാതെ അതിനെതിരെ പ്രക്ഷോഭവും പ്രതിഷേധവും തുടരുകയാണെങ്കിൽ രാജ്യത്ത് കടുത്ത അരാജകീയ അവസ്ഥ ഉണ്ടാക്കും. അതിനൊരു സുപ്രീം കോടതി ജഡ്ജി തന്നെ നേതൃത്വം കൊടുക്കേണ്ടതില്ല എന്ന ഒരു ഉത്തമ വിശ്വാസം സുപ്രീം കോടതിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. ശ്രീമതി പാർവതി, അവസാനമായി ഈ സൗമ്യവധ കേസ് അടക്കമുള്ള അതല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള വിഷയങ്ങൾ ഇനിയെങ്കിലും വൈകാരികമായല്ല വസ്തുതാപരമായി നിയമപരമായി ഒക്കെ തന്നെയാണ് സമൂഹം എന്ന നിലയ്ക്ക് കേരളം കാണേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ടോ ഈ കോടതി നിലപാട്? കോടതിയുടെ നിലപാട് അതാണ്. പക്ഷെ നമുക്കത് കഴിയുമോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴും സുരക്ഷിതത്വമാണ് നമ്മുടെയൊക്കെ വിഷയം. ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറക്കി വിടുന്നു, അത് പുറമേ ഒരു ചെറിയ കുഞ്ഞ് 6 മാസം മുതൽ 90 വയസ്സ് വരെയുള്ള സ്ത്രീകൾ നേരിടുന്ന അക്രമം, ഇവിടെ ബലാത്കാരം എന്ന് പറയുന്ന, റേപ്പ് എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയൊരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ. ആ വയലേഷനോട് പൊതുസമൂഹവും നീതിപീഠവും എടുക്കുന്ന ഒരു സമീപനം കാരുണ്യപരമല്ല. അല്ലെങ്കിൽ അതൊരു ഇതൊക്കെ സ്വാഭാവികം, ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്, സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ്, അവരുടെ കള്ളക്കേസുകളാണ് എന്ന് പറയുന്ന ഒരു വിലയിരുത്തലോടുകൂടി ഇതിനെ തള്ളിക്കളയുമ്പോൾ വികാരപരമായി അല്ലാതെ അത് കാണാൻ കഴിയും. തീർച്ചയായും. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് CP ഉദയഭാനു, അഡ്വക്കേറ്റ് MC ആഷി, ശ്രീമതി പാർവതി ചർച്ചയിൽ പങ്കെടുത്തത്.